ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓളി എന്നെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും നിലക്കടലയാണ്. ഞാനിപ്പോൾ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ ഒരു ബൗളിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റർ വാങ്ങിയിട്ടില്ലേ, ആ ഗ്രേറ്ററിലൂടെ നമ്മളിതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇടണം. നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിലെ ഒരു സ്റ്റാർച്ച് ഉണ്ടാവില്ലേ, ഒരു തരം പശ പോലെ, ആ പശയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം 2 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓയിലിലേക്ക് ഇടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം വീണിട്ട് ആ ഓയിലെല്ലാം പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും അങ്ങനെ ഇല്ലാതെ കോട്ടൺ ടവൽ വെച്ചിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കോട്ടൺ ടവൽ യൂസ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിലിജിലാന്നുള്ള ഈ സൗണ്ടെല്ലാം മാറിയിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പൊട്ടറ്റോ മിക്സ്ചർ എന്ന് വേണമെങ്കിലും പറയാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. അതും ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കാണിച്ചതിന് ശേഷം അതും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രമേ നമ്മളിപ്പോൾ ചേർക്കണുള്ളൂ. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി, നമ്മൾ ഇത്രയും സമയം വരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഫൈനലായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. വളരെ വളരെ ക്രിസ്പി ആയിട്ടുള്ള, നല്ല ഹാർഡായിട്ടുള്ള ക്രിസ്പിനെസ് ഒന്നും അല്ല ഉള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പിനെസ് ആണുള്ളത് ഇതിന്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മളെ വീട്ടിൽ ഇപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.